ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ഓണസദ്യയിൽ പ്രധാനപ്പെട്ട ഒരു അച്ചാറായിട്ടുള്ള ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാർ തയ്യാറാക്കാം. സൗണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ, പനിയൊക്കെ ആയതുകൊണ്ട് സൗണ്ട് അത്ര ക്ലിയർ അല്ല. അപ്പോൾ ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാർ എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം, വളരെ പെട്ടെന്ന് തയ്യാറാക്കാം എന്നുള്ളത്. പിന്നെ ഇത് കുറച്ച് നാളുകളിലേക്ക് നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും കേട്ടോ. അതിന് നമ്മൾ വിനീഗറൊക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വിനീഗർ ചേർക്കാതെയും തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാർ തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ഒരു മാങ്ങ ഇതുപോലെ അത്യാവശ്യം വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. തീരെ ചെറുതായിട്ടല്ല കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് അച്ചാറിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അച്ചാറിന് ആവശ്യമായ മുഴുവൻ ഉപ്പ് നമ്മളിപ്പോൾ തന്നെ ചേർക്കാണ്. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഉപ്പ് ചേർത്തിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഉപ്പ് മാങ്ങയിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു വരണം. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഈ സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്കൊരു 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ എത്രത്തോളം മാങ്ങ എടുക്കുന്നോ അതനുസരിച്ച് കടുകിൻ്റെയും ഉലുവയുടെയും അളവിൽ വ്യത്യാസം വരുത്തുക. ഇനി കടുകും ഉലുവയും നന്നായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങണം. അതുവരെ നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഡ്രൈ റോസ്റ്റ് ആണ് ചെയ്യുന്നത്. കുറച്ച് വലിയ പാൻ തന്നെ എടുക്കുക. എന്താണെന്ന് വെച്ചാൽ കടുകും ഉലുവയൊക്കെ പൊട്ടിത്തെറിക്കും. അപ്പോൾ പുറത്തേക്ക് പോവാതിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് വലിയ പാൻ തന്നെ എടുക്കുക. ഇതേ പാനിൽ തന്നെയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ഒഴിവാക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിനാഗിരിയൊക്കെ ചേർക്കുന്നതാണ്. അപ്പോൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇരുമ്പിൻ്റെ പാനോ ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ എടുക്കായിരിക്കും നല്ലത്. ഇപ്പോൾ നമ്മുടെ കടുകും ഉലുവയും പൊട്ടിത്തുടങ്ങുന്നുണ്ട്. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഉലുവയൊക്കെ. ഇപ്പോൾ നമ്മുടെ കടുകും ഉലുവയും പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇതൊന്ന് ചൂട് കുറഞ്ഞു വരുമ്പോൾ, നന്നായിട്ട് ചൂട് മാറണ്ട, ചൂടൊന്ന് കുറഞ്ഞു വരുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിൽ തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. ഫൈൻ പൗഡറായിട്ട് പൊടിക്കണ്ട. ഇപ്പോൾ നമ്മൾ നമ്മുടെ കടുകും ഉലുവയും തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും അതേ പാൻ തന്നെ ഞാൻ ചൂടാക്കി എടുക്കുകയാണ്. അതിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോ ചേർക്കുന്നത്. അത്യാവശ്യം കുറച്ച് എണ്ണ വേണം. അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എണ്ണ കൂടുതൽ ചേർക്കണം. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിത്തുടങ്ങട്ടെ. കടുക് പൊട്ടി കഴിയുമ്പോൾ കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയുടെ കൂടെ തന്നെ നമ്മൾ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ മുളക് പൊടി ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ. ഒരു കളർ കിട്ടാനും കൂടിയാണ് 1 ടേബിൾ സ്പൂൺ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ മുളക് പൊടി ഒന്ന് കുക്കായി വരണം. അതുവരെ ലോ ഫ്ലെയിമിൽ, ചെറിയ ബർണറിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ വിനീഗർ. കൂടുതൽ കാലം സൂക്ഷിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ വിനീഗറിൻ്റെ അളവ് കൂട്ടാട്ടോ. ഞാനിപ്പോൾ 1 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് ശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഉലുവയും കടുകും ചേർന്ന മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുക. ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇത്രയും ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എണ്ണ ഒഴിച്ചതൊന്നും കൂടിപ്പോയിട്ടില്ല, കറക്റ്റ് അളവാണ്.
ഇനി ഇത് നമ്മൾ ചൂട് കംപ്ലീറ്റ് മാറി കഴിഞ്ഞിട്ട് എടുത്തൊരു ഗ്ലാസ് ജാറിൽ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓണത്തിന് എടുക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും. ഓണത്തിന് ഒരു 2 ദിവസം മുൻപേ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു അച്ചാറാണിത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കട്ടെ.